വെൽക്കം ബാക്ക്. അപ്പോൾ ഗായ്സ് ഇന്നൊരു വെഡ്ഡിങ് ആനിവേഴ്സറി വ്ളോഗാണ്. എൻ്റെയും അമലേട്ടൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. 2 വർഷമായിട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാനും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തു പോകാനൊക്കെ പ്ലാൻ ഉണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പം ഞാൻ രാവിലെ 6 മണിക്ക് എണിച്ചു തല കുളിച്ചു. ഇനി പോയി റെഡി ആവണം, അമ്പലത്തിൽ പോകണം ഗായ്സ്. ഞങ്ങൾ റെഡി ആയിരിക്കുന്നു. പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോയിട്ട് അവിടെ നമ്മൾ ഇവിടേക്ക് പോകണം, പൊന്മുടി പോവാണ് ഗൈസ്. അമലേട്ടൻ്റെ സെലക്ഷൻ കേട്ടോ ഗൈസ്. ഇതാണ് അമലേട്ടൻ്റെ ഗിഫ്റ്റ് കേട്ടോ. അത് അമലേട്ടൻ തന്നെ പേക്ക് ചെയ്ത് അമലേട്ടൻ തന്നെ കൊണ്ടുപോകുന്ന പൈസ മാത്രമാണ് എൻ്റെ. ഗൈസ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. 2 വർഷം. അമ്മോ ദൈവമേ. അപ്പം നമ്മൾ അമ്പലത്തിലോട്ട് പോവാൻ കേട്ടോ. സമയം ഇപ്പം 8:30 കാണുമോ? 8:20 എന്തൊക്കെ സമയമായിട്ടുണ്ട്. മഴ ഗായ്സ്, നല്ല മഴ. പൊന്മുടിയിൽ ഫുൾ മഴയായിരിക്കും തോന്നുന്നു മിക്കവാറും. ഈ ഡ്രസ്സ് ഇട്ടിട്ട് റീൽസ് ഒന്നും എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഗൈസ്, അപ്പോൾ നല്ല കനത്ത മഴ കാരണം പൊന്മുടി അടച്ചിരിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് നല്ല സമയമായിരുന്നു. ഈ വെഡിങ് ആനിവേഴ്സറിക്ക് നല്ല സമയമാണ്. കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറി കുറച്ചൊക്കെ ഫ്ലോപ്പായിരുന്നു. ഫ്ലോപ്പ് പറയാനൊന്നുമില്ല, വീട്ടിലിരുന്ന് ആഘോഷിക്കും, നമ്മൾ ഹാപ്പിയാണ്, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതൊന്നും നടക്കുന്നില്ല. കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് നടന്നില്ല. ഈ വെഡിങ് ആനിവേഴ്സറിക്ക് ഫുൾ മഴ ഗൈസ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എവിടെ പോകണമെന്ന് എന്തായാലും ഇറങ്ങിയ സ്ഥിതിക്ക് എനിക്കിനി പോയേ പറ്റും. എവിടേക്കെങ്കിലും എവിടെ പോകണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ 2 മാത്രമല്ല, അമലേട്ടൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവരും കൂടെ പോകാൻ പറ്റിയ സ്ഥലം നോക്കാനാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വെഡിങ് ആനിവേഴ്സറിക്ക് ഇതുപോലൊക്കെ തലേന്ന് നല്ല മഴയായിരുന്നു കേട്ടോ. ആ ദിവസം വലിയ കുഴപ്പമില്ലെങ്കിലും ഉണ്ടായിരുന്നു മഴ. ഇപ്പം ഭയങ്കര മഴ. എവിടെ പോകണമെന്ന് അറിയില്ല. അവർ 2 കൂടെ കേക്ക് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഉള്ളത് കൊണ്ട് ഓണം പോലെ നമുക്ക് ആഘോഷിക്കാം. വെറുതെ നല്ലൊരു ദിവസം സ്പോയിൽ ചെയ്യണ്ട. പ്ലാൻ ഒന്നും നടന്നില്ലെങ്കിൽ പ്ലാൻ എ നടന്നില്ല, പ്ലാൻ ബി നമുക്ക് ചെയ്യാം. പക്ഷെ എന്താ വെച്ചാൽ സങ്കടമുണ്ട്, ഭയങ്കര സങ്കടമുണ്ട്. കാരണം എപ്പോൾ പ്ലാൻ ചെയ്താലും ഇതാണല്ലോ അവസ്ഥ എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് നമ്മൾ നല്ലൊരു ഡേ വെറുതെ സ്പോയിൽ ചെയ്യണ്ട. സോ നമുക്ക് വേറൊരു എന്തെങ്കിലും ചെറുതായിട്ട് നമുക്ക് ആഘോഷിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. പക്ഷെ പൊന്മുടി ആണെങ്കിൽ വൈബായിരുന്നു, നല്ല ക്ലൈമറ്റും അടിപൊളി. ഫോട്ടോ വീഡിയോ ഒക്കെ നല്ല പ്ലാൻഡ് ആയിരുന്നു. ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം എന്നൊക്കെ. നീ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. ഓക്കെ ബൈ. വെച്ചു മുടി കൊള്ളടി. എല്ലാവരും പൊന്മുടിക്ക് പോകാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. പക്ഷെ മഴ കാരണം അടച്ചത് കൊണ്ട് നമുക്ക് വേറെ വഴിയില്ല. അപ്പം നമുക്ക് വേറെ എന്താണ് ഓപ്ഷൻ എന്ന് നമ്മൾ എല്ലാവരും കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോഡ് സൈഡിലാണ് ഗൈസ് നമ്മൾ നിൽക്കുന്നത്. അവിടെയാണ് പോവാൻ നിൽക്കുന്നത് ഗൈസ്. അങ്ങനെ നമ്മൾ ഫൈനലി ഒരു ഡിസിഷൻ എടുത്തു. ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ആക്കിയുള്ള കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് വിട്ടു കേട്ടോ. ഞാനും ശില്പിയും ലച്ചും കൂടെ ഫസ്റ്റ് ഇടം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവരെല്ലാവരും കൂടെ നമ്മളുടെ ഗിഫ്റ്റും അവർ തരുന്ന ഗിഫ്റ്റും എല്ലാം കൂടെ എടുത്തിട്ട് വരാണ്. അങ്ങനെ നമ്മളെല്ലാവരും അവിടെ എത്തിയ ശേഷം ഓരോരുത്തർക്കും ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അകത്തോട്ട് കയറാണ് കേട്ടോ.
ജിമ്മിൽ പോയില്ല, അതുകൊണ്ട് ഗിഫ്റ്റ് ചെറുക്കോട്ടെ ഞങ്ങൾക്ക്. അമലാൻ ആദി. അപ്പൊ നമ്മൾ ഇന്നിവിടെ പൊളിച്ചെടുക്കും. ഇന്ന് രാവിലെ ഫുൾ മഴ കാരണം പോയി കഴിച്ചു. അപ്പൊ നമ്മള് വേറെ അടുത്ത പ്ലാൻ ബി ആയിട്ട് നമ്മളോട് ഇരിക്കുകയാണ്. നമുക്ക് കാണാം. അങ്ങോട്ട് പോയി അവന്റെ ഫേസ് കാണാ വെളിയിൽ നിന്ന് എടുക്കാൻ. ഇവ എന്തിനാണ് ലാപ്പ് വാങ്ങിച്ചോണ്ടിരുന്നത്? വെളിയിൽ നിന്ന് അവന്റെ ഫേസ് സൂം ചെയ്തെടുക്കാൻ ക്യാമറമാനെ വൺ ഡ്രോണാണ് റോൾ ചെയ്യുന്നത്. എനിക്ക് ഇവനെ ഒട്ടും ഇഷ്ടമായില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം തോന്നുന്നു. എന്റെ തമ്പുവിന് കൂടെ എപ്പോഴും ഒട്ടി നടക്കും. എന്റെ സ്ഥാനം കയ്യേറ്റാൻ നിൽക്കും. അതൊന്നും നോക്കാം തന്നെ ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അത് നല്ലല്ലേ, ഒരു ആത്മാർത്ഥ സുഹൃത്ത് എന്നുള്ള രീതിയിൽ വിളിക്കാൻ വരുന്നതിന് കുഴപ്പമെന്താ? പക്ഷേ നീ ഇവനെ സൂക്ഷിച്ചോണം. ഗിഫ്റ്റും കൊണ്ടുവരുന്ന രാവണൻ ഗ്ലാസ് ബ്രിഡ്ജിലോട്ടുള്ള ആദ്യത്തെ പടി കയറ്റമാണ്. ലൗലിയുടെ വൈഫ് കേക്കുമായി പോകുന്ന അൺമാരീഡ് കാർത്തിക്. രാവണൻ കാം. കിച്ചേട്ടൻ വന്ന് സത്യം പറയാൻ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിട്ട് കേക്ക് മുറിക്കാനുള്ള പ്ലാനിങ് ആണ്. പക്ഷെ അവർ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ ക്ലീൻ ചെയ്യട്ടെ, നമുക്ക് കുറച്ച് നേരം പോയിട്ട് അവിടെ മിണ്ടാതെ റെസ്റ്റ് ഇരിക്കാം ഗൈസ്. മഴയാണ് ഗൈസ്. നല്ല മഴയത്ത് തണുത്തിരിക്കുന്ന നനഞ്ഞ കോഴിയെ പോലെ ഇരിക്കുന്നു ലൗലി. ഇതാണ് ഗൈസ് ആനിവേഴ്സറി കേക്ക്. ഫസ്റ്റ് ചെറിയ മഴ വന്നപ്പോൾ നല്ല വൈബായിരുന്നു. പിന്നെ അങ്ങോട്ട് നല്ല ഹെവി മഴ. എന്താണ് നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർക്ക് കൊടുക്കേണ്ട മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ സംസാരിച്ചിരിക്കുകയാണ്. നേരത്തെ വന്നപ്പോ കുളമില്ലായിരുന്നു, ഇപ്പൊ കുളമായിട്ടുണ്ട്. അങ്ങനെ ചെറുതായിട്ടൊന്ന് മഴ ഒന്ന് തോർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും കൂടെ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കേക്ക് മുറിക്കാൻ വേണ്ടി പോകാം കേട്ടോ. നല്ലൊരു വ്യൂ. ഓക്കെ പറയട്ടെ. അപ്പൊ ഇത് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ആയിട്ട് 2 days ആയിട്ടുള്ളൂ. അപ്പൊ ഇത് ആദ്യത്തെ കേക്ക് കട്ടിംഗ് ആണ് ഇവരുടെ. അപ്പോ എഗെയിൻ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അമൽ ആൻഡ് ആദി. കട്ട് ചെയ്തോ? അപ്പൊ ഒരുപാട് കാലം സന്തോഷത്തോടെ സമാധാനത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ ദൈവം എല്ലാം നിങ്ങൾ അനുഗ്രഹിച്ചിട്ട് എന്നും ഹാപ്പി ആയിട്ട് ഒരുപാട് തലക്കും വിലങ്ങും കുറക്കും. തലങ്ങും വിലങ്ങും അവരെ കേക്ക് തീറ്റിപ്പിക്കുകയാണ്. ഇനി അത് ഞാൻ പൂ തരുമാണ് നിങ്ങൾ രണ്ടുപേരും. ഞാൻ പോരും വാങ്ങണേ നിങ്ങള്. കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് പോവാൻ കേട്ടോ. ബിഗ് ബോസ് അല്ല, ലാലേട്ടനല്ല. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റുകളായ മിസ്റ്റർ അമലിനെയും മിസ്സിസ് ആദിയെ നമുക്ക് ക്ഷണിക്കാം. വെൽക്കം.
അപ്പോൾ ഇവരുടെ വെഡിങ് ആയിട്ട് ഇന്ന് 2 വർഷം തികയാണ്. അപ്പോൾ ഇവരുടെ ഫ്രണ്ട്സുകൾക്ക് ഇവർക്ക് എന്തൊക്കെയോ സ്നേഹ സമ്മാനങ്ങൾ കൊടുക്കാനുണ്ട്. അതിലേക്ക് കിടക്കാം. പരസ്പര ധാരണ എടുത്ത 2ാമത്തെ വർഷമാണ്. അപ്പോൾ ഇവരുടെ ഫ്രണ്ട്സിന് അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവർ തമ്മിൽ അറിയാതെ ഇവർക്ക് എന്തോ തമ്മിൽ കൈമാറേണ്ട. ആദ്യം നമുക്ക് അതെന്താ നോക്കാം. അപ്പോൾ നിനക്ക് എന്താ കൊടുക്കാനുള്ളത്? സർപ്രൈസ് ആണോ? ഞെട്ടു അമല്. വാവ്, ഗോൾഡ് ആണോ? ചോക്ലേറ്റ്സ്, സെറം, ഇതൊരു ഗിഫ്റ്റ്. അതൊരു ഗിഫ്റ്റ്. നോക്കാം. ഇന്നലെ ഇത് വാങ്ങിക്കാന്ന് പറഞ്ഞ അടുത്ത ഞാൻ കൊടുക്കാം. വെറുതെ എടുത്താ മതി. ഫോട്ടോ എൻ്റെ റിസപ്ഷൻ പോലെയാണ് ഗൈസ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എല്ലാവരും ഗിഫ്റ്റൊക്കെ തന്നുട്ടോ. അപ്പം നമ്മൾ എല്ലാവരുമായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. നിന്നോ എല്ലാവരും ചേർന്ന് നിന്നോ. കിടക്കട്ട്. രാവണ അവിടെ നിന്നൊരു ഫോട്ടോ എടുക്ക. ഫോട്ടോ തിരിച്ചാണെന്ന് തോന്നുന്നു. കിച്ചൂടെ അവരാണ്ട ചെയ്യാം. അവർ ചെയ്യട്ടെ. കുഴപ്പമില്ല അവർ ചെയ്തിട്ട്. എനിക്ക് അറിഞ്ഞു. നമ്മളെ കേക്ക് മുറി ഗിഫ്റ്റ് എല്ലാം നമ്മളെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇതാ ഇത്രയും കിട്ടി ഗൈസ് ഗിഫ്റ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടാ? അമലയുടെ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയോ? ആ ഫ്ലവർ. എനിക്കില്ല ഗൈസ്, എനിക്കിങ്ങനെ കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് റിംഗ് ആണെന്ന് ഗോൾഡിന്റെ. പക്ഷെ എനിക്ക് അതിനേക്കാൾ സന്തോഷമാണ് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ തരുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞാനും ഇതുപോലത്തെ ഒരു ബോക്സ് അല്ലേ കൊടുത്തത്. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മന്തി മെൻസിലാണ് കേട്ടോ പോയത്. എൻ്റെ ഫേവറേറ്റ് മന്തി സ്പോട്ടാണ് മന്തി മെൻസിൽ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ മന്തി. അങ്ങനെ ചിക്കനും ബീഫും മട്ടനും എല്ലാ മന്തിയും നമ്മൾ ഓർഡർ ചെയ്തു കേട്ടോ. ഞാൻ പിന്നെ ബീഫും മട്ടനും ഒന്നും കഴിക്കാത്തതുകൊണ്ട് എനിക്ക് ചിക്കൻ മാത്രം മതി ഗൈസ്. അങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. വിശന്ന ഊപ്പാട് വന്നിട്ടുണ്ട് കേട്ടോ.
ചിക്കൻ്റെ ഭാര്യയല്ലേ നീ നിന്റെ പീസ് വിശ്വ സാധനം കഴിക്കണ്ട. ഇതില്ല കഴിഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. നമ്മൾ വെള്ളമൊക്കെ എടുത്ത് വാങ്ങിച്ച ഫുഡൊക്കെ കഴിച്ചു. മന്തി, അടിപൊളി മന്തിയായിരുന്നു കേട്ടോ. മന്തിയൊക്കെ കഴിച്ച് നമ്മൾ പോവാണ്. എന്റെ വീഡിയോ കോളും എല്ലായിരിക്കും ആരെങ്കിലും ഒന്നും ചെയ്യൂല. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പഴയ ടിക്ടോക്ക് വീഡിയോസൊക്കെ എടുത്ത് എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളായിരുന്നു കേട്ടോ. ഇതിൽ ഏറ്റവും കൂടുതൽ ട്രോള് കിട്ടിയത് ശില്പന്റെ ഡാൻസിനും അമലേട്ടന്റെ കണ്ണാപ്പി വീഡിയോസിനുമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണം. ഇപ്പൊ നമ്മുടെ സമയം 3:30 കേട്ടോ. വീടെത്തുമ്പോഴത്തേക്ക് ഏകദേശം 4:30 ആവും. അപ്പോൾ കുഴപ്പമില്ല. പൊന്മുടി പോയി എത്തില്ല അല്ലേ? ഈ സമയത്തൊന്നും എത്തില്ല. അപ്പൊ ഗൈസ് നല്ല മഴയാണ്. മഴ ഇപ്പില്ല, പക്ഷെ മഴ പെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ റാം റാം. എന്തായാലും ഇത്ര എരിവും കാര്യങ്ങളൊക്കെ കഴിച്ചല്ലേ, ഇനി കുറച്ച് മധുരം കഴിക്കാന്നുള്ള പ്ലാനിങ്ങിൽ നമ്മൾ വേറെ എവിടേക്കോ പോയി. എവിടെ സ്ഥലം എന്ന് ചോദിക്കരുത്, എനിക്കറിയില്ല ഗൈസ്. എനിക്ക് സ്പൈസി സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടം. ഈ മധുരമൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. എങ്കിലും ഇപ്പം കഴിച്ച സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു 3 സ്പൂണിൻ്റെ അപ്പുറം കഴിക്കാൻ പറ്റില്ല. ഭയങ്കര മധുരമാണ്. പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. ശില്പിക്ക് സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൾക്ക് എല്ലാതും ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ആ ഒരു സംഭവം ഉണ്ട്, ആ ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ആ സ്വീറ്റ്, എനിക്കത് ഇഷ്ടപ്പെട്ടതേ ഇല്ല. എൻ്റെ ടേസ്റ്റിന് എനിക്ക് പറ്റിയില്ല. ഞാൻ കഴിച്ചില്ല കേട്ടോ. അതിൻ്റെ എക്സ്പ്രഷനാണ് ഇത്. കുഴപ്പമില്ല. ഞാൻ ഒരു 4 സ്പൂണ് കഴിച്ചു. അപ്പോൾ ഇതോടെ നമ്മൾ ബിരിയാണി, ഈ ഐസ്ക്രീം കഴിച്ചോടെ നമ്മൾ എല്ലാം ശുഭം കഴിഞ്ഞ് പോവുകയാണ്. ഇനി അവരവരെ വണ്ടിയിലേക്ക് പോവാണ്, നമ്മൾ നമ്മുടെ വണ്ടിയിലേക്ക് പോവാണ്. ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി ഫുൾ വൈബായിരുന്നു. കാരണം നമ്മൾ പൊന്മുടിയിലേക്ക് പോകുന്ന വിചാരിച്ച തീരുമാനിച്ചാൽ മഴ കാരണം അവിടെ അടച്ചാണ്. നമ്മൾ വേറെ സ്പോട്ടിലേക്ക്, അതിലും വൈബ് ഒരു രക്ഷയില്ലാത്തൊരു സംഭവമായിരുന്നു. നീ ഓക്കെ അല്ലേ? അമലേട്ട് ഓക്കെ അല്ലേ? അടിപൊളിയായിരുന്നു, സെറ്റ് ആയിരുന്നു, സംഭവം പൊളിയായിരുന്നു. നമ്മൾ അങ്ങനെ വീടെത്തിയിട്ടുണ്ട്. ഇതാ നമുക്ക് കിട്ടിയ ഗിഫ്റ്റ്. ഇത് അമലേട്ടൻ എനിക്ക് തന്ന ഗിഫ്റ്റിൻ്റെ അടിയിൽ ഒരു ബ്ലാക്ക് ഉണ്ട്. അത് ഞാൻ അമലേട്ടന് കൊടുത്ത ഗിഫ്റ്റ് ഗൈസ്. പിന്നെ ഇത് മൊത്തം അമലേട്ടൻ്റെ ഫ്രണ്ട്സ് തന്ന ഗിഫ്റ്റ് അല്ലേ. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ ഓക്കെ ഗൈസ്. അപ്പം നമുക്ക് എൻ്റെ ഞാൻ കൊടുത്ത ഗിഫ്റ്റ് കേട്ടോ. ഇതാണ് ഓപ്പൺ ചെയ്ത് ഒരു ഷർട്ട് ഗൈസ്. പിന്നെ വെരി എക്സ്പെൻസീവ് ഗിഫ്റ്റ് ആണ് ഗൈസ്. വെരി എക്സ്പെൻസീവ് അല്ല, എന്നെ പറ്റുന്ന പോലെ കുറച്ച് എക്സ്പെൻസീവ്. വാച്ച്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച സാധനം, ഒരു ഗോൾഡൻ വാച്ച്. ആണോ? യെസ്. ഒരു വാച്ച് വാങ്ങിച്ചിട്ടുണ്ട്. വാച്ചിന് വേണം നോക്കിയല്ലോ, ഫ്ലവർ ഉണ്ട് കണ്ടാ സെറ്റ്. ഞാൻ കോട്ട എഴുതിയിട്ടുണ്ട്. ഇത് വായിക്കി. ഇത് പിന്നെ ഇത് ഒരു ഗിഫ്റ്റ്. ഇത് കാണിച്ചാലല്ല, ഇത് കാണുന്നവർക്ക് ചെറിയൊരു ഒന്നുമല്ല, കാണുന്നവർക്ക് ചെറിയൊരു കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുന്നത് അങ്ങനത്തെ എന്തെങ്കിലും ഫീൽ ആകും. അത് അവലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അങ്ങനല്ല, ഇതൊരു ഓർമ്മയാണ് ഗൈസ്. നമ്മള് ബാക്കിയല്ല, ഞാൻ പറയാം. കാണുന്നവർക്ക് ഇതൊരു എന്താ ചെറിയൊരു ഗിഫ്റ്റ് ഒന്ന് തോന്നുമെങ്കിൽ, പക്ഷെ ഇതെനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇങ്ങനത്തെ എനിക്ക് ഇതൊക്കെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ നല്ല ഇഷ്ടമാണ്. ഇത് കട്ട്ലേറ്റ് കത്തുമല്ലോ. ഇഷ്ടമാണ്. ഇതെല്ലാം ക്യൂട്ട് സാധനങ്ങളാണ്. ഇതൊക്കെ നമ്മള് ചോക്ലേറ്റ്സ്
പിന്നെ നമ്മുടെ വാച്ചിന്റെ കോഡ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് വായിപ്പിക്കാട്ടോ. പിന്നെ ഒരു സെറം, ഒരു ബോക്സില് അതെനിക്ക് ഒരു ബോക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കണ്ടിട്ട് ഞാൻ ചോക്ലേറ്റ് ആക്കാൻ വേണ്ടി മേടിച്ചാണ്, പക്ഷെ ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ആക്കിയിട്ട് അടച്ചു. യോ എന്തൊരു അഭിനയോ. ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ എക്സ്പെൻസീവ് ആയിട്ട് സാധനം നമുക്ക് പൈസ ഉള്ള പോലെ നമ്മള് ചെയ്തൊരു സംഭവമാണ്. എക്സ്പെൻസീവ് ഗിഫ്റ്റ് എന്നല്ല ഗൈസ് എല്ലാം, നമുക്ക് കിട്ടുന്ന ആ ഒരു എഫേർട്ട് എടുത്ത് തരുന്ന ഗിഫ്റ്റ് എല്ലാം വളരെ വിലപ്പെട്ടതാണ്. ഓക്കെ, ഇതാണ് അമലേട്ടൻ എനിക്ക് തന്നിട്ടാ. ഇവിടെ ഒരു ബോ ഉണ്ടായിരുന്നു, അത് പോയി. ഇവിടെ എന്തോ ഫസ്റ്റ് എനിക്ക് തന്നത് ഈ ഫ്ലവറാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ ഫ്ലവറൊക്കെ ഭയങ്കര ഇഷ്ടം, നല്ല ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടു. ഓക്കെ, നെക്സ്റ്റ് ഈ ബോക്സ് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നുള്ള അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു കേട്ടാ. ശരിക്കും എന്താ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് 2 സ്പ്രേ, അതിൽ പെർഫ്യൂം ഉണ്ട് 2 ചോക്ലേറ്റ്സ് ഉണ്ട്, ഡയറി മിൽക്ക് ഉണ്ട്, അതുപോലെ നമ്മുടെ റഫല്ലോ ഉണ്ട്. പിന്നെ ഈ ഒരു സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു, കാണിച്ചു തരാം. വളരെ രസമുണ്ട്, കാണിച്ചു തരാം. ലൈറ്റ് കത്തും ഗായ്സ്. പിന്നെ ഉണ്ട് 10 ഇങ്ങനെ അടിക്കും തോറും ലൈറ്റ് മാറിക്കൊണ്ടിരിക്കും. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്യൂട്ട് സാധനം. ഇതൊക്കെ ഭയങ്കര ഒരു കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇത് ഫേസ് മസാജർ, എന്റെ ഫേസ് കുറച്ച് അടിച്ചിട്ടാണ്, അത് മസാജ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ ഫേസ് മസാജർ. എനിക്ക് വാങ്ങാൻ വേണ്ടി വിൽക്കുമായിരുന്നു ഗൈസ്. പിന്നെ അടിപൊളി. ഇത് ലൈറ്റ് എത്തുവോ? കൊടുത്തിട്ടില്ല, കൊടുക്കണോ? അത് കൊടുക്കാൻ പറ്റുമല്ലോ. അയ്യോ, ബാക്ക് ഒരു ചേച്ചി വന്ന് സൂപ്പർ ആയിട്ടില്ലേ? കാണില്ല. ഇത് കാണും, നിങ്ങൾക്ക് എത്ര വ്യക്തമായി കാണുമെന്ന് അറിയില്ല, പക്ഷെ സൂപ്പർ ആയിട്ടുണ്ട് കാണാൻ, അടിപൊളി. ഓക്കെ, എനിക്ക് കുറച്ച് ഒരു ബാഗ് ഉണ്ട്. അതത്രേ ഉള്ളൂ. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മോതിരം സ്വർണത്തിന്റെ, പക്ഷെ എനിക്ക് അതിനേക്കാൾ സന്തോഷമാണ് ഇത് വരുന്ന സമയത്ത്. ഇനി നമുക്ക് ഫ്രണ്ട്സിന്റെ ഗിഫ്റ്റ് നമുക്ക് നോക്കാം. ഫ്രണ്ട്സിന്റെ ഗിഫ്റ്റ് ഇതാരെ തന്ന് അല്ല, ഈ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് എനിക്ക് തോന്നുന്നു ശമ്പിച്ചേട്ടനാണെന്ന് തോന്നുന്നു. ശമ്പിച്ചേട്ടനും ശില്പിയും കൂടെയാണ്. അടിപൊളി കവർ ഡ്രസ്സ് ഗൈസ്, കാണിച്ചു കേട്ടോ. അടിപൊളി ഡ്രസ്സ്. ഇതാണ് ഒരു ഡ്രസ്സ് ഇട്ട പാൻറ്, നല്ല അടിപൊളി കളറ്. പിന്നെ അമലേട്ടന് തമ്പുച്ചേട്ടനും ശമ്പിച്ചേട്ടനും, മീൻസ് അത് കപ്പിൾസ് രണ്ടാളും, കപ്പിൾസ് അല്ല, തമ്പുച്ചേട്ടനും രച്ചും കൂടെ, അതുപോലെ ശില്പിയും ശമ്പിച്ചേട്ടനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഇത് തമ്പുച്ചേട്ടൻ കൊടുത്തത്, ഇത് ശമ്പിച്ചേട്ടനും അവരും കൊടുത്തതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഇങ്ങനത്തെ സംഭവം അമലേട്ടനില്ല ഷർട്ട്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെനിക്ക് നെക്സ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. നല്ല കളർ. ഇത് എനിക്ക് തമ്പുച്ചേട്ടനാണ് വാങ്ങിച്ചത്. നല്ല രസമുണ്ട് കാണല്ലേ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ അതിന്റെ പാൻറ്റും ഉണ്ട്, നന്നായിട്ടുണ്ട് കാണാൻ. ചേട്ടൻ കാണുന്നത് ചുരിദാറിന്റെ ബിറ്റ് തന്നിരിക്കുന്നത് തോന്നുന്നു. അപ്പോ എനിക്ക് ഒരു ചുരിദാർ തുണി കിട്ടിയിട്ടുണ്ട് ഗൈസ്. നല്ല അടിപൊളി ചുരിദാർ. എനിക്ക് 3 ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ ടെക്കിയും കിച്ചും കൂടെ നമുക്കൊരു ഫോട്ടോ ഫ്രെയിം, കിഡിലെ ഫോട്ടോ ഫ്രെയിം, നല്ല വലുതാണ്, കാണിച്ചുതരാം. എന്റെ ഇത്രയുണ്ട്, ഇത്ര വലുതാണ്, കണ്ടാൽ മനസ്സിലാവും. നല്ല വലിയൊരു ഫോട്ടോ ഫ്രെയിം വന്നിട്ടുണ്ട്. അപ്പൊ ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അയ്യോ, എനിക്ക് ഫ്ലവർ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു വെഡിങ് ആനിവേഴ്സറി വ്ളോഗ് ഇത്രേ ഉള്ളൂ. 2ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ എപ്പോഴും ഇതുപോലെ ഹാപ്പി ആയിട്ട്, സന്തോഷമായിട്ട്, അണ്ടർസ്റ്റാൻഡ് ആയിട്ട്, മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കി ജീവിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കിടന്നുറങ്ങണം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.